SJ ഫുഡ് ട്രാവലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന തൂരുള്ള ആകാശപ്പറവ എന്ന് വിളിക്കുന്ന വിമല ഹൃദയാശ്രമത്തിലാണ്. അപ്പൊ നമ്മൾ ഇന്ന് ആകാശപ്പറവയിൽ വെച്ചിട്ട് ഡ്രീ ക്രിയേഷൻസിന്റെ ഒരു ഫാമിലി മീറ്റ്, ഇവിടുത്തെ നിവാസികൾ ഒത്തിട്ട് ഇവിടുത്തെ അമ്മമാര്, അച്ഛന്മാര്, കുഞ്ഞുങ്ങള്, ഇവിടുത്തെ സിസ്റ്റേഴ്സ്, മദേഴ്സ്, അവരെല്ലാരും കൂടെ നമ്മൾ ചെലവഴിക്കുകയാണ്. അപ്പൊ അതിന്റെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഈ വീഡിയോ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ സ്ഥാപനത്തെ സപ്പോർട്ട് ചെയ്യുക. ഈ സ്ഥാപനത്തിന്റെ അക്കൗണ്ട്സും ഡീറ്റെയിൽസും ഫോൺ നമ്പറുകളും കാര്യങ്ങളും നമ്മൾ താഴെ കൊടുക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഈ സ്ഥാപനത്തിന് വേണ്ട സഹായങ്ങൾ ചെയ്യുക. എന്തായാലും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇനി കാഴ്ചകളായിട്ട് നമുക്ക് പോവാം. പിന്നെ ആശ്രമത്തിന്റെ അധികാരികൾ എന്ന് പറയപ്പെടുന്നത് മെഡിക്കൽ സിസ്റ്റേഴ്സ് ഓഫ് സെയിന്റ് ജോസഫ് എന്ന സന്യാസിനി സമൂഹമാണ്. സന്യാസിനി സമൂഹത്തിന്റെ സ്ഥാപകൻ മോൺസിഞ്ഞോർ പതിനാരൻ അച്ഛനാണ്. അച്ഛന്റെ വിഭാവനയിൽ ഉരുത്തിരിഞ്ഞ ഒരു ആശ്രമമാണ് ഇന്ന് ഇവിടെ എത്രത്തോളം എത്തി നിൽക്കുന്നത്. അപ്പൊ ഈ ആശ്രമത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം തന്നെയാണ് ഈ ആശ്രമത്തിന്റെ ഭാഗ്യമുണ്ട്. ഇന്ന് ഇവിടെ 150ഓളം മക്കളുണ്ട്. ഇന്നും ഈ നാട്ടുകാരുടെ സഹായത്തോടെ ഈ ആശ്രമം മുന്നോട്ട് പോകുന്നത്. പിന്നെ കൂടുതൽ പറയുകയാണെങ്കിൽ ഈ ആശ്രമത്തില് പഠിക്കുന്ന മക്കളുണ്ട്, നഴ്സിംഗ് കഴിഞ്ഞ മക്കളുണ്ട്, +1 +2 പഠിക്കുന്ന മക്കളുണ്ട്. പിന്നെ ചുരുക്കം ചില മക്കള് ഈ ആശ്രമവുമായി ബന്ധപ്പെട്ട് ജോലിയിലായിരിക്കുന്ന മക്കളുണ്ട്. എന്തെങ്കിലും കൂടുതൽ പറയാൻ ഉണ്ടെങ്കിൽ ടൂറിസ്റ്റിന് 2 വാക്ക് പറയാനുണ്ട്. ഹലോ, എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് 1987 ഇത് ഓർഫനേജ് ആവുന്ന മുമ്പ് അത് ഹോസ്പിറ്റലായിരുന്നു, ഫാത്തിമ മാതാ ഹോസ്പിറ്റൽ. ഇവിടെയാണ് ഞാൻ ജനിച്ചിട്ടുള്ളത്. 1987 ഞാൻ ഇവിടെ ജനിച്ചു. അന്നത്തെ സിസ്റ്റേഴ്സും സ്കൂളെല്ലാം അന്ന് മുതലേ ഞാനിവിടെ ടൂറിസ്റ്റ് സ്കൂളാണ് 1 മുതൽ 3ാം ക്ലാസ് വരെ പഠിച്ചത്, കമാന സ്കൂളിൽ. അന്ന് ഇവിടെ നടന്നു പോകുമ്പോൾ ഒരു എന്താ പറയാ, അന്നൊരു കുളം, ഇവിടെ ആമ്പലുള്ള കുളമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒന്നും കാണാനില്ല, മതിലുകൊണ്ട്. അപ്പോ ആ ഒരു ഫീലിംഗ് കൂടി എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ ഫുഡ് എനിക്ക് അരച്ചിലാണ് വന്നത്. കാരണം ഞാൻ ആ ഒരു ചെറുപ്പം ഇതിലൂടെ പോയിരുന്ന അവസ്ഥയൊക്കെ ഓർത്തുപോയി. ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും ഞങ്ങളുടെ യൂട്യൂബിൻസിന്റെ ഡ്രീ ക്രിയേഷൻസിന്റെ ഫുൾ സപ്പോർട്ട് എന്തായാലും ഉണ്ടാവുമെന്ന് പറയുന്നത്. ബാക്കിയുള്ള നമ്മളെ സമീപ സുഹൃത്ത് അവരെ സംസാരിക്കാനായിരിക്കും.